ഞാൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു കാര്യം ഒന്ന് താങ്കളുടെ ശ്രദ്ധയിലോട്ട് അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ പറഞ്ഞത് രാഹുലിനെ അയോഗ്യനാക്കാൻ BJP എല്ലാ വഴികളും ഉപയോഗിച്ചു, സത്യം പറയുന്നവരെ നിലനിർത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ JPC-ക്കായുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ തുടരും, ജനാധിപത്യം സംരക്ഷിക്കാൻ ഞങ്ങൾ ജയിലിൽ പോകുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ പാർലമെന്റിന് പുറത്ത് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കോടതി വിധി വന്ന് 24 മണിക്കൂറിനുള്ളിൽ എടുത്ത നടപടി അതിവേഗത്തിലുള്ളതാണെന്ന് തന്നെ, അതിവേഗത്തിലെടുത്ത നടപടിയാണ്. അതായത് ഈ കോടതി വിധി, സൂറത്ത് കോടതിയുടെ വിധി വന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ AICC അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത്. ഹലോ, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന് ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ അവകാശം 1975 ജൂൺ 23 നമുക്കറിയാലോ. ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിധിയെ മറികടക്കുന്നതിന് വേണ്ടി. അങ്ങനെ കോൺഗ്രസിനെ അന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനത്തിൽ നേതാക്കന്മാരെല്ലാം തന്നെ കൽത്തുറന്ന് നടത്തുന്നു. അങ്ങനെയുള്ള കോൺഗ്രസിന് എങ്ങനെയാണ് ഈ ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്? അപ്പൊ കോൺഗ്രസ് ചെയ്യുമ്പോഴെല്ലാം തന്നെ അത് ശരിയും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നിയമപരമായ കാര്യങ്ങൾ നീക്കുന്ന സമയത്ത് അത് ജനാധിപത്യ വംശവും പറഞ്ഞത് എന്താ അർത്ഥമാണുള്ളത്? വളരെയധികം നന്ദി ശ്രീ രഞ്ജിത്ത്. എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ വയനാട്ടിലേക്ക് പോകണം. വയനാട്ടിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു.